ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 23/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പോലീസോ കോടതിയോ നിയമങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ലോകം. ആരും തെറ്റുകൾ ചെയ്യാത്തതുകൊണ്ട് ശിക്ഷകളുടെയോ ഒരു ജഡ്ജിയുടെയോ പോലും ആവശ്യമില്ലാത്ത ഒരിടം. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ അതൊരു അത്ഭുതമാണല്ലേ? അതെ, അതൊരു വെറും സ്വപ്നമാണോ അതോ മനുഷ്യരാശിക്ക് ഭാവിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന യഥാർത്ഥ ലക്ഷ്യമോ എന്നാണ് നമ്മൾ ഈ ആഴത്തിലുള്ള ചർച്ചയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ ചർച്ചയുടെ പ്രധാന ഉദ്ദേശ്യം ബാബ നൽകുന്ന അവിനാശിയായ ജ്ഞാനരത്നങ്ങളെയും കർമ്മങ്ങളുടെ സൂക്ഷ്മമായ ഗതിയെയും കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. പിന്നെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ എപ്പോഴും പ്രായോഗികമാക്കേണ്ട സഹിഷ്ണുതയെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. അപ്പോൾ നിങ്ങൾ ദിവസവും ഫോണിലൂടെയും പുസ്തകങ്ങളിലൂടെയും നിരവധി വിവരങ്ങൾ കേൾക്കാറുണ്ടല്ലേ? എന്നാൽ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ ഭൗതികമായ അറിവുകളിൽ നിന്നും ബാബ നൽകുന്ന ഈ ആത്മീയജ്ഞാനം തികച്ചും വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ലോകം നൽകുന്ന അറിവും ബാബ നൽകുന്ന ജ്ഞാനവും തമ്മിലുള്ള ആ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം എവിടെയാണ് കിടക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ബാഹ്യലോകത്ത് പണം സമ്പാദിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന പദവികൾ നേടാനോ മാത്രമാണ് പുസ്തകങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള അറിവുകൾ നിങ്ങളെ സഹായിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് വെറുമൊരു ഇൻഫർമേഷൻ ഗ്യാദറിംഗ് പോലെ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. എന്നാൽ ബാബ പറയുന്നു, യഥാർത്ഥ ആത്മീയജ്ഞാനം അതല്ല എന്ന്. ബാബ നൽകുന്ന ജ്ഞാനം നിങ്ങളുടെ ഉള്ളിലെ വേരുകളെയാണ് മാറ്റുന്നത്. ശാസ്ത്രങ്ങളുടെ തത്വജ്ഞാനം ഒരുവനെ ഭൗതികമായി മിടുക്കനാക്കുമ്പോൾ ഈ ആത്മീയജ്ഞാനം നിങ്ങളുടെ ആത്മാവിനെ സമ്പന്നമാക്കുന്നു. അത് ശരിയാ. അതെ. പിന്നെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു വലിയ ആന്തരിക ശക്തി നൽകുകയും ചെയ്യുന്നുണ്ട്. കേവലം അറിവുള്ളവരാകുക എന്നതിലുപരി എങ്ങനെ ജീവിക്കണം എന്നതിന്റെ അടിസ്ഥാനം തന്നെ മാറ്റിയെഴുതുകയാണ് എന്താ പറയാ ബാബയുടെ ഈ ജ്ഞാനം ചെയ്യുന്നത്. ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതായത് ഈ ജ്ഞാനം നൽകുന്ന ബാബയെ നിഷ്കളങ്കരുടെ നാഥനെന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ വരുന്നത് പഴയതും പതിതവുമായൊരു സാധാരണ ശരീരത്തിലേക്കാണെന്ന് ബാബ പറയുന്നുണ്ടല്ലോ. അതെ, പറയുന്നുണ്ട്. ആർക്കും ഒറ്റനോട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഈ സാധാരണ രൂപത്തിൽ എന്തിനാണ് വരുന്നതെന്നാണ് എന്റെ സംശയം. ഭക്തിമാർഗത്തിലൊക്കെ നമ്മൾ കാണുന്നതുപോലെ വിലപിടിച്ച ഷാളോ തിലകമോ കിരീടമോ ഒക്കെ അണിഞ്ഞ് കൃഷ്ണനെപ്പോലെ വളരെ തിളക്കമുള്ളൊരു ശരീരത്തിൽ വന്നാൽ മനുഷ്യർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ ജ്ഞാനം വിശ്വസിക്കാൻ കഴിയില്ലേ? അപ്പോ ഇതിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല് മനുഷ്യർക്ക് എപ്പോഴും ബാഹ്യമായ പ്രകടനങ്ങളിലാണ് വിശ്വാസം. ആ അജ്ഞത കൊണ്ടാണ് പലരും ഗീതയിലൊക്കെ തിളക്കമുള്ള പാവനമായ ശരീരമുള്ള കൃഷ്ണന്റെ പേര് ഭഗവാന്റെ സ്ഥാനത്ത് എഴുതി വെച്ചതെന്ന് ബാബ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓ, അങ്ങനെയാണല്ലേ? അതെ. എന്നാൽ ബാബ നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്കതയുടെ ഏറ്റവും വലിയ തെളിവാണ് യാതൊരു ബാഹ്യപ്രകടനങ്ങളുമില്ലാതെ ഒരു സാധാരണ ശരീരത്തിൽ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ആത്മീയതയ്ക്ക് ആഡംബരത്തിന്റെ ആവശ്യമില്ല. അത് വളരെ ശരിയാണ്. പുറമേ ഉള്ള വലിയ കിരീടങ്ങളോ വസ്ത്രങ്ങളോ അല്ല ഭഗവാന്റെ അടയാളം. പരമപിതാവ് പരംധാമത്തിൽ നിന്നും വരുന്നത് തന്റെ ആഡംബരം കാണിക്കാനോ ആരാധന ഏറ്റുവാങ്ങാനോ അല്ല, മറിച്ച് പഴയ ലോകത്തിലെ പഴയ ശരീരത്തിൽ വന്ന് പതിതരായ നിങ്ങളെ പാവനമാക്കാനാണ്. ഈ സാധാരണത്വമാണ് യഥാർത്ഥത്തിൽ അഹങ്കാരമില്ലാത്ത പരമമായ ആത്മീയതയുടെ ലക്ഷണം. അപ്പം നമ്മൾ ബാഹ്യമായ രൂപത്തിലല്ല, ചെയ്യുന്ന കർമ്മങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതല്ലേ? കർമ്മങ്ങളെക്കുറിച്ച് ബാബ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. നിങ്ങൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത്, നിങ്ങളെ കണ്ട് മറ്റുള്ളവരും അത് ആവർത്തിക്കും എന്ന് ബാബ പറയുന്നു. അതെ, അത് പ്രകൃതിയുടെ ഒരു നിയമം പോലെയാണ്. അതെ. നിങ്ങളുടെ നിത്യജീവിതത്തിലേക്കൊന്ന് നോക്കൂ. ഒരു രക്ഷിതാവ് വീട്ടിലൊരു തെറ്റ് ചെയ്താൽ കുട്ടികൾ അത് കണ്ടു പഠിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ കർമ്മങ്ങൾ മറ്റുള്ളവരെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിൻ്റെ വളരെ ലളിതമായ ഉദാഹരണമാണത്. ഇത് കേൾക്കുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്തം നമ്മുടെയൊക്കെ തോളിലുള്ളതുപോലെ തോന്നുന്നില്ലേ? തീർച്ചയായും ആ ബോധമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടു പഠിക്കും എന്ന ആ ഒരു തിരിച്ചറിവ് സദാ ഓർമ്മയിലുണ്ടെങ്കിൽ
നിങ്ങൾക്കൊരിക്കലും ഒരു വികർമ്മം അഥവാ പാപകർമ്മം ചെയ്യാൻ സാധിക്കില്ല. താൻ ഏത് കർമ്മം ചെയ്യുന്നുവോ അത് മറ്റുള്ളവരും നോക്കി ചെയ്യുമെന്ന് ബാബയ്ക്ക് നന്നായി അറിയാം എന്ന് ബാബ തന്നെ പറയുന്നുണ്ട് എന്നത്. ഇനി നിങ്ങളുടെ ഉള്ളിൽ ആരും കാണാതെ രഹസ്യമായി വല്ല തെറ്റും ചെയ്യാമെന്ന ചിന്ത വന്നാലോ അത് ധർമ്മരാജനിൽ നിന്നും ഒളിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ബാബ വ്യക്തമാക്കുന്നു. അത് വലിയൊരു താക്കീതാണ്. അതെ, ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ നിയമത്തിൽ നിന്ന് ഒരു പതിതർക്കും ഒളിഞ്ഞിരിക്കാൻ സാധിക്കില്ല. രഹസ്യമായി ചെയ്യുന്ന മോശമായ കർമ്മങ്ങൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് ദുർബലരാക്കും. പിന്നെ നിങ്ങൾക്ക് ആത്മീയ യാത്രയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതി വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കി ശ്രേഷ്ഠമായ കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്. രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലുമുള്ള ആ വില കൊടുക്കൽ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോ ഇനി നമുക്ക് ബാബ നൽകുന്ന ആ വലിയ സമ്പത്തിലേക്ക് വരാം. യോഗത്തിലൂടെ നിരോഗിയായ ശരീരവും ജ്ഞാനത്തിലൂടെ സമ്പത്തും ലഭിക്കുന്നു എന്നാണ് ബാബ പറയുന്നത്. അതെ. നമ്മളിപ്പോ സമ്പത്തെന്ന് കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും ബാങ്ക് ബാലൻസ്, സ്വർണം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഒക്കെയാണ് ഓർക്കുന്നത്. ഭൗതികമായ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ബാബ നൽകുന്ന ഈ ആത്മീയ ജ്ഞാനത്തെ ഒരു സമ്പത്തായി പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുക? ഈ വെറും ആശയങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ സമ്പത്താവുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നിങ്ങൾക്ക് പുറമേയുള്ള സൗകര്യങ്ങൾ തരും. അത് അല്പകാലത്തേക്കുള്ളതുമാണല്ലേ? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു വലിയ പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചാൽ, ആ പണം നിങ്ങൾക്ക് സമാധാനമോ അല്ലെങ്കിൽ ശരിയായ തീരുമാനമെടുക്കാനുള്ള വിവേകമോ നൽകില്ല. അത് ശരിയാ. പണം കൊണ്ട് സമാധാനം വാങ്ങാൻ കഴിയില്ലല്ലോ. കൃത്യമായി പറഞ്ഞാൽ അവിടെയാണ് ബാബ നൽകുന്ന അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ യഥാർത്ഥ വരുമാനമായി മാറുന്നത്. ഈ ജ്ഞാനം നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള സൂക്ഷ്മമായ ബുദ്ധി നൽകുന്നു. ദുഃഖത്തിന്റെ വലിയൊരു കടൽ മുന്നിൽ വരുമ്പോൾ തളരാതെ മറുകരയെത്താനുള്ള മാനസികമായ കരുത്തു നൽകുന്നു. അതൊരു വലിയ കാര്യമാണ്. അതെ, നിങ്ങൾ ഈ ജ്ഞാനം സമ്പാദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒട്ടും ഭയമില്ലാത്ത തികഞ്ഞ ധനവാനാകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പരിധിയില്ലാത്ത അറിവാണ്. ഈ അറിവ് നമ്മളിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് ബാബ വളരെ മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ടല്ലോ. ബാബ ജ്ഞാനസാഗരനാണ്, നിങ്ങൾ ആ സാഗരത്തിൽ നിന്നും ഉത്ഭവിച്ച നദികളുമാണെന്ന്. മാനസരോവരവും വലിയ നദിയായ ബ്രഹ്മപുത്രിയുമൊക്കെ ബാബ ഉദാഹരിക്കുന്നുണ്ട്. അതെ അതെ. അതുപോലെ നദിയും സാഗരവും കൂടിച്ചേർന്ന കൽക്കട്ടയിലെ ഡയമണ്ട് ഹാർബർ എന്ന സ്ഥലത്തെക്കുറിച്ചും പറയുന്നു. ഈ സാഗരവും നദിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നമ്മുടെ ഈ ആത്മീയ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് സാഗരം ഒന്നേ ഉള്ളൂ, പക്ഷെ അതിന്ന് വരുന്ന നദികൾ പലതുമുണ്ട്. ബാബയാണ് ആ ജ്ഞാനത്തിന്റെ ഒരേയൊരു സാഗരം. ആ പൂർണ്ണനായ സാഗരത്തിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ജ്ഞാനം സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം നിങ്ങളും മാസ്റ്റർ ജ്ഞാനസാഗരനും മാസ്റ്റർ സുഖസാഗരനുമായി മാറുകയാണ്. ഓ, അപ്പോൾ നമ്മളും ആ സാഗരത്തിന്റെ ഗുണങ്ങൾ നേടുകയാണല്ലേ? അതെ. നിങ്ങൾ ആദ്യം ബാബയിൽ നിന്ന് പരമാവധി സമ്പത്തെടുക്കൂ. എന്നിട്ട് സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നേടാൻ വേണ്ടിയുള്ള ഈ അവിനാശി ധനം ദാഹിച്ചിരിക്കുന്ന മറ്റുള്ളവർക്കും നൽകൂ എന്ന് ബാബ പറയുന്നു. നിങ്ങൾ എത്രത്തോളം ഈ ധനം സ്വന്തം ജീവിതത്തിൽ ധാരണ ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പദവി. അപ്പോ പഠിച്ചില്ലെങ്കിൽ പദവി പോകും? തീർച്ചയായും. നന്നായി പഠിച്ചില്ലെങ്കിൽ ഉയർന്ന പദവി നഷ്ടപ്പെടുക മാത്രമല്ല, കർമ്മങ്ങളുടെ ഭാരം കാരണം ശിക്ഷകൾ അനുഭവിക്കേണ്ടിയും വരും. ഈ ജ്ഞാനസമ്പത്ത് ഇത്രത്തോളം മൂല്യമുള്ളതാണെങ്കിൽ അത് നേടുക എന്നത് തീർച്ചയായും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. നിങ്ങളൊരു വീഡിയോ ഗെയിം കളിക്കുമ്പോൾ ഓരോ പുതിയ ലെവലിലേക്കും കടക്കാൻ ശ്രമിക്കുന്തോറും അവിടെ വലിയ തടസ്സങ്ങളുണ്ടാകാറില്ലേ? കൃത്യമായി പറഞ്ഞാൽ ഗെയിമിലെ അവസാനത്തെ വില്ലനെപ്പോലെ, ഒരു ബോസ് ലെവൽ പോലെയാണ് ഇവിടെ മായ പ്രവർത്തിക്കുന്നത്. ആ ഉദാഹരണം വളരെ സൂപ്പറാണ്. അതെ, ബാബയെ മാത്രം സ്നേഹിക്കാൻ മായ നിങ്ങളെ അനുവദിക്കില്ല. ദേഹാഭിമാനിയായി തുടരാനാണ് മായ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ മായയുടെ പ്രവർത്തനം കുറച്ചുകൂടി വ്യക്തമാക്കാമോ? ഇത് വെറുമൊരു മോശം ചിന്ത മാത്രമല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ വീഡിയോ ഗെയിം വില്ലന്റെ ഉദാഹരണം വളരെ കൃത്യമാണ്. മായ നിങ്ങളുടെ ഓരോ ദൗർബല്യങ്ങളും സൂക്ഷ്മമായി പഠിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പണത്തിനോട് വലിയ ആർത്തിയില്ലെങ്കിൽ മായ ഒരിക്കലും പണം വെച്ച് നിങ്ങളെ പ്രലോഭിപ്പിക്കില്ല. അപ്പോ പിന്നെ എങ്ങനെയാണ് മായ വരുന്നത്? പകരം നിങ്ങളുടെ ഓഫീസിലെ ഈഗോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരികൾ അംഗീകരിക്കപ്പെടാത്തതിലെ ദേഷ്യം, ഇതിലൂടെയാകും മായ കടന്നുവരുന്നത്. നിങ്ങളെ എപ്പോഴും പഴയ ലോകത്തിന്റെ, അതായത്
ഞാൻ ഈ ശരീരമാണ് എന്ന ദേഹാഭിമാനത്തിന്റെ വലയിൽ കുടുക്കിയിടാനാണ് മായ ശ്രമിക്കുന്നത്. അത് ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. നദികളിൽ ഒഴുക്കാനും മറ്റു പലതരം യജ്ഞങ്ങളും ദാനധർമ്മങ്ങളും ചെയ്യാനുമൊക്കെയായി അലഞ്ഞു തിരിഞ്ഞ് സമയം പാഴാക്കുന്നു എന്ന് ബാബ പറയുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ലോകം പാവനമാകില്ല. വെറും ബാഹ്യമായ കാര്യങ്ങൾ കൊണ്ട് കാര്യമില്ല, അല്ലേ? അതെ, ആന്തരികമായ ബോധം മാറാതെ പുറത്ത് എന്ത് ആചാരങ്ങൾ ചെയ്താലും മണ്ണും മണ്ണിലേക്ക് ലയിച്ചു ചേരുകയുള്ളൂ. സത്യത്തിൽ ഈ ബാഹ്യമായ അലച്ചിലുകൾ മുഴുവൻ മായയുടെ വലിയൊരു വിഘ്നമാണ്. യഥാർത്ഥത്തിൽ ബാബയിലേക്ക് കൊടുക്കേണ്ട ശ്രദ്ധയെ പുറത്തെ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള മായയുടെ തന്ത്രമാണിത്. അപ്പോ മായ സൃഷ്ടിക്കുന്ന ഈ തടസ്സങ്ങളെല്ലാം പുരുഷാർത്ഥത്തിലൂടെ മറികടന്നാൽ നമ്മൾ എത്തുന്ന ആ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചുള്ള ബാബയുടെ വർണ്ണന എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. സത്യയുഗം അഥവാ സ്വർഗം, അവിടെ ധർമ്മരാജന്റെയോ വക്കീലിന്റെയോ ജഡ്ജിയുടെയോ ആവശ്യമില്ല എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. പോലീസും കോടതികളും ഇല്ലാത്തൊരു സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണന സമാധാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായ സങ്കല്പങ്ങളെ തന്നെ മാറ്റിയെഴുതുകയല്ലേ? അതെ, കാരണം ഇന്നത്തെ ലോകത്ത് നിങ്ങൾ സമാധാനം എന്ന് വിളിക്കുന്നത് നിയമങ്ങൾക്കും കോടതികൾക്കും ഭയപ്പെട്ട് മനുഷ്യർ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയെയാണ്. ഭയം കൊണ്ടാണ് പലരും തെറ്റുകൾ ചെയ്യാത്തത്. എന്നാൽ ബാബ പറയുന്ന സത്യയുഗത്തിൽ ആ ലക്ഷ്യസ്ഥാനത്ത് അങ്ങനെയൊരു ബാഹ്യമായ നിയന്ത്രണ സംവിധാനത്തിന്റെയോ പോലീസിന്റെയോ ആവശ്യമേയില്ല. കാരണം അവിടെ എല്ലാവരും പാവനമാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അവിടെയുള്ള ആത്മാക്കൾ പൂർണ്ണമായും പാവനമാണ്. കർമ്മങ്ങൾ പൂർണ്ണമായും ശുദ്ധമാകുമ്പോൾ ആരും ആരെയും ദ്രോഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ ഭയമോ ശിക്ഷാവിധികളോ ജഡ്ജിമാരോ ഇല്ലാത്തൊരു വ്യവസ്ഥിതി സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നു. അതൊരു വലിയ സ്വസ്ഥതയാണ്. അതെ, അവിടെ വക്കീലിന്റെയോ എഞ്ചിനീയറുടെയോ പഠിപ്പുകളില്ല. മറിച്ച് എല്ലാവരും സദാ ആരോഗ്യവും സമ്പത്തുമുള്ളവരായിരിക്കും. ഇന്നത്തെ ലോകത്ത് ജനനം എന്നത് പലപ്പോഴും ദുഃഖകരമാണ്. എന്നാൽ അവിടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ ഒരു ജയിലിൽ കിടക്കുന്നതുപോലെയുള്ള ശിക്ഷയല്ല, അതൊരു ഗർഭകൊട്ടാരത്തിലെ അനുഭവമായിരിക്കും എന്ന് ബാബ പറയുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം തോന്നുന്നു. പിന്നെ അവിടുത്തെ ഭാഷ ദേവതകളുടെ സ്വന്തം ഭാഷയായിരിക്കും. അത് ഇന്നത്തെ സംസ്കൃതം പോലെയുള്ള ഒരു ഭാഷയാവണമെന്നില്ല. പൂർണ്ണമായും വ്യത്യസ്തവും വളരെ മനോഹരവുമായ ഒന്നായിരിക്കും. മുസ്ലിം സഹോദരങ്ങൾ ഈ ലക്ഷ്യസ്ഥാനത്തെ ബഹിഷ്ത് എന്നും ചിലർ അല്ലാഹുവിന്റെ പൂന്തോട്ടം എന്നുമൊക്കെ വിളിക്കാറുണ്ട് എന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതു പേരിൽ വിളിച്ചാലും ആ ലക്ഷ്യത്തിലേക്കെത്താൻ ഈ ലോകത്തിരുന്ന് തന്നെ ഇന്ന് നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട ഒരു മാറ്റമുണ്ട്. അതാണ് ബാബ ഇന്നു നൽകുന്ന വരദാനം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള വരദാനം. അതെ, സഹനശീലതയുടെ അഥവാ സഹിഷ്ണുതയുടെ ഗുണത്തിലൂടെ കഠോരമായ സംസ്കാരങ്ങളെയും സാഹചര്യങ്ങളെയും ശീതളമാക്കുന്ന സന്തുഷ്ടമണിയായി മാറുക എന്നത്. നിങ്ങളുടെ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലോ ഒക്കെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ദിനംപ്രതി ഉണ്ടാകാറില്ലേ? എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ സഹിഷ്ണുത കാണിക്കാൻ വളരെ എളുപ്പമാണ്. അതെ, എളുപ്പമാണ്. എന്നാൽ ഒരു വലിയ തർക്കം നടക്കുമ്പോൾ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം വരുമ്പോൾ എങ്ങനെയാണ് അവിടെ ശാന്തമായിരിക്കുക? വാക്കുകളിലൂടെ മാറ്റാൻ കഴിയാത്തവരെ ശുഭവൈബ്രേഷനിലൂടെ മാറ്റാൻ സാധിക്കുന്നുവെന്ന് ബാബ സ്ലോഗനിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്രായോഗികമായി പ്രവർത്തിക്കുന്നത്? സഹനശീലത എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് എന്ത് ദ്രോഹം കേട്ടാലും ഉള്ളിൽ സങ്കടം വെച്ച് സഹിക്കുക എന്നാണ്. എന്നാൽ അതല്ല സഹിഷ്ണുത. ഉള്ളിൽ ദേഷ്യം ഒതുക്കിവെച്ചാൽ അത് നിങ്ങളെ രോഗിയാക്കും. യഥാർത്ഥ സഹിഷ്ണുത എന്നത് നിങ്ങളുടെ ആന്തരികമായ ബോധത്തിലാണ് കിടക്കുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായ വശം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. പറയൂ. നിങ്ങളുടെ മനസ്സിനെ ഒരു വലിയ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ടവറായി സങ്കൽപ്പിക്കുക. ഒരാൾ നിങ്ങളോട് ഉച്ചത്തിൽ ദേഷ്യപ്പെടുമ്പോൾ അയാൾ പുറപ്പെടുവിക്കുന്നത് വളരെ അലോസരപ്പെടുത്തുന്ന ഒരു ശബ്ദമാണ്, ഒരുതരം സ്റ്റാറ്റിക് നോയ്സ്. നിങ്ങളും തിരിച്ച് ദേഷ്യപ്പെട്ടാൽ ആ ശബ്ദത്തിന്റെ കാഠിന്യം ഇരട്ടിയാകുന്നു. അവിടെ തർക്കം വലുതാകുന്നു. അതെ, നമ്മളും അതിലേക്ക് വീണുപോകുന്നു. എന്നാൽ നിങ്ങൾ പൂർണ്ണമായി നിശബ്ദനായിരുന്ന് ഉള്ളിൽ നിന്ന് ശാന്തതയുടെയും സ്നേഹത്തിന്റെയും ചിന്തകൾ അഥവാ അശുഭ വൈബ്രേഷനുകൾ പുറപ്പെടുവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ഈ ഉയർന്ന ശാന്തമായ ഫ്രീക്വൻസി എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കഠിനമായ ഫ്രീക്വൻസിയെ തണുപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നു. അതായത് നമ്മുടെ ശാന്തത മറ്റേയാളെ സ്വാധീനിക്കുന്നു. അതെ, നിങ്ങളുടെ ആന്തരികമായ ശാന്തത
മുറിയുടെ മുഴുവൻ അന്തരീക്ഷത്തെയും മാറ്റുന്നു. ഇതാണ് ബ്രഹ്മബാബയുടെ ജീവിതത്തിലും കാണാൻ കഴിയുന്നത്. വാദിച്ചു ജയിക്കുന്നതിനേക്കാൾ വലിയ വിജയമാണ് നിങ്ങളുടെ സഹിഷ്ണുതയിലൂടെ ആ അന്തരീക്ഷത്തെ ശാന്തമാക്കുന്നത്. ഒരു മാലാഖയെപ്പോലെ വളരെ കുറച്ചുമാത്രം, അതും മധുരമായി സംസാരിക്കുക. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സന്തുഷ്ടമണിയാകുന്നത്. അതൊരു വലിയ തിരിച്ചറിവാണ് ശരിക്കും. നിശബ്ദത എന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ നമ്മളിന്ന് കടന്നുപോയ പ്രധാന കാര്യങ്ങൾക്കൊന്ന് ചുരുക്കത്തിൽ നോക്കാം. ബാബ എത്രത്തോളം നിഷ്കളങ്കനായാണ് വന്ന് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നാം കണ്ടു. മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ടോ എന്ന ബോധ്യത്തോടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധ, പിന്നെ പ്രതിസന്ധികളിൽ കരുത്താകുന്ന അവിനാശിയായ ആത്മീയജ്ഞാനമാകുന്ന സമ്പത്ത്. അതെ, അതുപോലെ തന്നെ മായ ഒരു ഗെയിമിലെ വില്ലനെപ്പോലെ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ആക്രമിക്കുന്നതും ആ തടസ്സങ്ങൾ മറികടന്നാൽ എത്തിച്ചേരുന്ന കുറ്റകൃത്യങ്ങളില്ലാത്ത സ്വർഗത്തെക്കുറിച്ചും ബാബ പറഞ്ഞുതന്നു. ശരിയാണ്. അവിടെ എത്താൻ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആ റേഡിയോ ടവറിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട ശുദ്ധമായ വൈബ്രേഷനുകളുടെ പ്രാധാന്യവും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. തീർച്ചയായും ഈ ആത്മീയ പാഠങ്ങളെല്ലാം കേവലം കേട്ടുമറക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു ആയുധമായി ഉപയോഗിക്കാൻ കൂടിയുള്ളതാണ്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി സ്വന്തമായി ചിന്തിക്കാൻ വലിയൊരു ആശയം കൂടി ഞാൻ നൽകുകയാണ്. എന്താണത്? എല്ലാവരും ഉച്ചത്തിൽ സംസാരിച്ചാൽ മാത്രമേ മറ്റുള്ളവർ കേൾക്കൂ, ദേഷ്യപ്പെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് വിശ്വസിക്കുന്ന ബഹളങ്ങൾ നിറഞ്ഞൊരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നതല്ലേ? എന്നാൽ നിങ്ങളുടെ പൂർണ്ണമായ നിശബ്ദതയിലും നിങ്ങളുള്ളിലെ ആ ശുദ്ധമായ വൈബ്രേഷനിലുമാണ് ലോകത്തെ മുഴുവൻ മാറ്റാനുള്ള ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വന്നാലോ? അതൊരു വലിയ ചിന്തയാണ്. അതെ, വെറും വാക്കുകൾ കൊണ്ട് വാദിച്ചു ജയിക്കുന്നതിനേക്കാൾ വലിയൊരു വിപ്ലവമായി മാറാൻ നിങ്ങളുടെ ആ സഹിഷ്ണുതയ്ക്ക് കഴിഞ്ഞേക്കുമോ? ഈ ചോദ്യം നിങ്ങളിലേക്ക് തന്നെ വിടുകയാണ്. ഒപ്പം ആഴത്തിലുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. എനിക്കും വളരെ സന്തോഷമുണ്ട്. സമാധാനത്തിന്റെ ഈ ചിന്തകൾ എപ്പോഴും എല്ലാവരിലും നിലനിൽക്കട്ടെ. ഓം ശാന്തി. ഓം ശാന്തി.